ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ ആ പ്രകടനത്തിന് ശേഷം മാനസയെയും ശ്യാമയെയും ഫ്ലോറിലേക്ക് ആങ്കർ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇന്നിവിടെ നടന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തിലേക്കാണ് നമ്മൾ ഏവരും കടന്നിരിക്കുന്നതെന്നും ശ്യാമ വളരെ ഹൃദ്യമായ ആലാപന ശൈലി കൊണ്ട് നമ്മളെ ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതിനോടകം ആരാണ് വിജയിയായത് എന്ന് നമുക്ക് ജഡ്ജസിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയും. ഇന്ന് ഇവിടുത്തെ ഈ പ്രകടനത്തിന് ശേഷം മാനസ നേടിയിരിക്കുന്നത് മൂന്ന് ജഡ്ജസ്മാരിൽ നിന്നും 29 മാർക്കാണ് എന്ന് ആങ്കർ അറിയിച്ചു. എന്തായാലും ശ്യാമയ്ക്ക് ഓരോ ജഡ്ജസും നൽകുന്ന മാർക്ക് എത്രയാണെന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ വിജയ് തമ്പി സാറിന് വരെ നോക്കാം. സാറ് തന്നെ ആദ്യം ശ്യാമയ്ക്ക് നൽകാനുള്ള മാർക്കിനെ കുറിച്ച് പറയട്ടെ എന്ന് ആങ്കർ അറിയിച്ചു. വിജയ് തമ്പി സാറ് ആ നിമിഷം ശ്യാമയുടെ പ്രകടനം കണ്ട് പറഞ്ഞു, ഇക്കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് ശ്യാമ കാഴ്ചവെച്ചത്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഗംഭീരമായ ആലാപന ശൈലി, അതുകൊണ്ട് ഞാൻ 10 മാർക്കും ശ്യാമയ്ക്ക് നൽകുന്നു എന്ന് ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 10 മാർക്കാണ് എന്ന് വിജയ് തമ്പി സർ അറിയിച്ചു. അത് കേട്ടതും എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിച്ചു. പിന്നീട് അടുത്ത ഊഴം രേണുകാ മാമിന് നേരെയായിരുന്നു. രേണുകാ മാം എത്രയാണ് ശ്യാമയ്ക്ക് നൽകാൻ പോകുന്ന മാർക്ക് എന്ന് ആങ്കർ ചോദിച്ചതും രേണുകാ മാം പറഞ്ഞു, സംശയിക്കേണ്ട കാര്യമില്ല, കൂടുതലൊന്നും ഞാൻ പറയാനില്ലോ, ഞാൻ ആ സ്റ്റേജിലേക്ക് ചെന്നപ്പോൾ അനുഭവിച്ച അതേ വികാരത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, ഞാൻ 10 മാർക്ക് തന്നെ ശ്യാമയ്ക്ക് നൽകിയിരിക്കുന്നു എന്ന് രേണുകാ മാമും പറയുന്നു. അങ്ങനെ ശ്യാമയ്ക്ക് ഇരു ജഡ്ജസ്മാരിൽ നിന്നും ഫുൾ മാർക്ക് വീതം കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ശ്യാമയാണോ മാനസയാണോ വിജയി എന്ന് നിർണയിക്കാൻ പോകുന്ന അടുത്ത നിമിഷമാണ് എന്നും ഈ മാർക്കിലാണ് ശരിക്കും ഇവരിൽ ആരാണ് വിജയി എന്ന് നിർണയിക്കപ്പെടുന്നത് എന്ന് ആങ്കർ അറിയിച്ചു. അടുത്തത് വിസ്മയമായോടാണ് പറയേണ്ടത്. വിസ്മയ മാം എത്രയാണ് മാം ശ്യാമയ്ക്ക് നൽകാൻ പോകുന്ന മാർക്ക് എന്ന് ചോദിച്ചതും വിസ്മയുടെ മുഖഭാവം കണ്ട് അഖിൽ ആകെ ടെൻഷനിലായി. ദൈവമേ, വിസ്മയ ചതിക്കുവോ? ഈ സമയത്ത് ശ്യാമയ്ക്ക് വിസ്മയ എത്രയാണ് മാർക്ക് കൊടുക്കുക എന്ന് ആശങ്കയോടെ അഖിൽ ആലോചിച്ചിരുന്നു. അപ്പോഴേക്കും അരുന്ധതിയും വസുന്ധരയും ഐശ്വര്യയും എല്ലാം ശ്യാമയ്ക്ക് വിസ്മയ നൽകാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് അറിയാനായുള്ള ആകാംക്ഷയിലായി. ആങ്കർ ചോദിച്ചു, ഇനി വിസ്മയ മാമിന്റെ ഭാഗത്തു നിന്നാണ് അടുത്ത മാർക്ക് കിട്ടേണ്ടത്, എത്രയാണ് മാം ശ്യാമയ്ക്ക് നൽകുന്നത് എന്ന് ചോദിച്ചതും ശ്യാമ ആകെ വിഷമത്തോടെ വിസ്മയക്ക് നേരെ നോക്കി. ഈ സമയത്ത് വിസ്മയ ശ്യാമയ്ക്ക് എത്ര മാർക്ക് കൊടുക്കുന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ചിരുന്നപ്പോ അമൃതയോട് ആദ്യം പറഞ്ഞു, വിസ്മയ ശ്യാമയെ ചതിക്കുവോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആകെ ടെൻഷനോടെ അവർ നിൽക്കുമ്പോൾ വിസ്മയ വേഗം തന്റെ മുന്നിലിരിക്കുന്ന ആ നോട്ട് പാഡിലേക്ക് താൻ നൽകാൻ പോകുന്ന മാർക്ക് എത്രയാണ് എന്ന് എഴുതി. വിസ്മയ പേന കയ്യിലെടുത്ത് ആ ബുക്കിൽ 0 എന്ന് അടയാളപ്പെടുത്തി. ഞാൻ ശ്യാമയ്ക്ക് നൽകാൻ പോകുന്ന മാർക്ക് 0 ആണ് എന്നറിയുമ്പോഴാണ് ശ്യാമ ഞെട്ടാൻ പോകുന്നത് എന്ന് വിസ്മയ മനസ്സിൽ അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോ ഇത്രയും നേരമായിട്ടും വിസ്മയ മാർക്ക് പറയാത്തതിൽ എല്ലാവരും ആകെ ടെൻഷനിലായി. ദൈവമേ, എത്രയാണ് വിസ്മയ നൽകുന്ന മാർക്ക് എന്ന് ആശങ്കയോടെ എല്ലാവരും കാത്തു നിൽക്കുമ്പോ ഉടനെ ആങ്കർ വിളിച്ചു പറഞ്ഞു, ഇതിനോടകം വിസ്മയ മാനസിക നൽകിയിരിക്കുന്നത് 9 മാർക്സ് ആണ്, അതുകൊണ്ട് തന്നെ 9 മാർക്ക് കടത്തി വിട്ടുകയാണ് എന്ന് നമുക്ക് ഇപ്പോ മനസ്സിലാക്കാൻ കഴിയും. ഏതാണ് ശ്യാമയ്ക്ക് മാം നൽകാൻ പോകുന്ന മാർക്ക് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ഇവിടുത്തെ വിജയി ആരാണെന്ന് നിർണയിക്കുന്നത്. ഇനി വിസ്മയ മാം ശ്യാമയ്ക്ക് നൽകുന്നത് 9 മാർക്സ് ആണെങ്കിൽ ഇന്നത്തെ ഈ പ്രകടനത്തിൽ മാനസയ്ക്കും ശ്യാമയ്ക്കും തുല്യമായിട്ടുള്ള മാർക്ക് കിട്ടും. ഇനി 8 മാർക്കാണ് മാം നൽകുന്നതെങ്കിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി മാനസയായി പ്രഖ്യാപിക്കപ്പെടും. ഇനി അതല്ല 10 മാർക്കാണ് ഇവിടെ ശ്യാമയ്ക്ക് വിസ്മയ മാം നൽകുന്നതെങ്കിൽ അതോടെ ശ്യാമ വിജയിയാകും. ഇതിൽ ഏതാണ് മാം ശ്യാമയ്ക്കായി നൽകാൻ പോകുന്ന മാർക്ക്? ഇന്നത്തെ ഈ ഒരു ജഡ്ജസ് പാനലിൽ വിസ്മയ മാമിന്റേതാണ് നിർണായകമായിട്ടുള്ള തീരുമാനം എന്ന് ആങ്കർ അറിയിച്ചു. ഇതെല്ലാം കേട്ട് ലൈവായി കേട്ടുകൊണ്ടിരുന്ന അപ്പുവും ഒപ്പം ദേവകിയും വാസുദേവനും എല്ലാം വല്ലാത്ത ടെൻഷനോടെ ആശങ്കയിൽ അങ്ങനെ നിന്നു. ഈ സമയത്ത് വസുന്ധരയുടെ ഐശ്വര്യ ചോദിച്ചു, അമ്മേ എന്താ വിസ്മയ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചതും വസുന്ധര ഐശ്വര്യ നോക്കി കണ്ണടച്ച് സമാധാനത്തോടെ ഇരിക്കാനായി അറിയിച്ചു. അപ്പോഴേക്കും ആ പ്രോഗ്രാം കാണുവാനായി എത്തിയ ഐശ്വര്യയുടെയും എല്ലാം കൂടെ എത്തിയ പാവം അശ്വതിയും ശ്യാമയ്ക്ക് മുഴുവൻ മാർക്കും കിട്ടുമോ എന്നറിയാനായി ആകെ ടെൻഷനോടെ കാത്തിരുന്നു. ആ സമയത്ത് എല്ലാവരും ആശ്ചര്യപ്പെട്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ശ്യാമയും വിസ്മയുടെ മറുപടി എന്താണെന്നറിയാനായി കാത്തങ്ങനെ നിൽക്കുന്ന സമയത്ത് വിസ്മയം തന്റെ ആ നോട്ട് പാഡിൽ എഴുതിയ 0 എന്ന ആ മാർക്കിന് താഴെ ഒരു അടിവര കൂടി ഇട്ടുകൊടുത്തു.
എന്താണ് ശ്യാമയ്ക്കായിട്ട് വിസ്മയ കരുതിയിരിക്കുന്നത് അറിയാനായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ശ്യാമയുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ, കണ്ണൻ തന്നെ അവിടെ പ്രവർത്തിച്ചു. കൃത്യസമയത്ത് അവിടെ പാട്ട് കേൾക്കാനായി എത്തിയ ഓഡിയൻസ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ശ്യാമയ്ക്ക് ഫുൾ മാർക്ക് നൽകണം, ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്കണം, ശ്യാമയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്കണം, ശ്യാമയ്ക്ക് 10 മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിസ്മയുടെ നേരെ അവിടെയുള്ള ഓഡിയൻസ് എല്ലാവരും ശബ്ദമുയർത്തി. വിസ്മയ ആകെ ടെൻഷനിലാവുന്നു. ഈ സമയത്ത് ശ്യാമയെ അനുകൂലിച്ച് ഓഡിയൻസ് പോലും വിസ്മയോട് മാർക്ക് നൽകാനായി ആവശ്യപ്പെട്ടത് കേട്ട് വിസ്മയ ആകെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴേക്കും കണ്ണന്റെ ഒരു മയിൽപീലി വേഗം വിസ്മയുടെ ചുറ്റും വന്ന് വിസ്മയെ മൊത്തത്തിൽ ഒന്ന് കറങ്ങി ആ മയിൽപ്പീലിത്തണ്ട് നേരെ ആ നോട്ട് പാഡിലേക്ക് വന്ന് വീഴുന്നു. ആ നോട്ട് പാഡിൽ വന്ന് വീണതും വിസ്മയുടെ മനസ്സ് വല്ലാതെ പരിഭ്രമിച്ചു. വിസ്മയുടെ മനസ്സ് വേഗം തന്നെ ആകെ ചാഞ്ചാടി. ഉടനെ തന്നെ വിസ്മയ താൻ 0 എന്ന് എഴുതിയ ആ മാർക്കിന് തൊട്ട് അരികിലായി 1 എന്നുകൂടി എഴുതുന്നു. അങ്ങനെ ആ 0യ്ക്ക് ഇടതുവശത്ത് ഒരു വര കൂടി വരച്ച് 1 ഇട്ട് അങ്ങനെ 10 മാർക്കാക്കി മാറ്റി. പെട്ടെന്ന് വിസ്മയ ശ്യാമയും മറ്റെല്ലാവരെയും നോക്കി. മാനസയ്ക്കും മഹിമയ്ക്കും ഒപ്പം അരുന്ധതിക്കും വസുന്ധരയ്ക്കും എല്ലാവർക്കും വല്ലാത്ത ആശങ്കയായി. എന്തുകൊണ്ടാണ് വിസ്മയ മാർക്ക് പറയാൻ മടി കാണിക്കുന്നത്? എല്ലാവരും ആകെ ടെൻഷനോടെ നോക്കി വെക്കുമ്പോ പെട്ടെന്ന് വിസ്മയ പറഞ്ഞു, 10 on 10, 10 out of 10 അതാണ് വിസ്മയ ശ്യാമയ്ക്കായി പറഞ്ഞ മാർക്ക്. അത് കേട്ടതോടെ ആങ്കർ ആകെ ഞെട്ടിത്തെറിച്ച് പറഞ്ഞു, വിസ്മയ മാം ശ്യാമയ്ക്ക് നൽകിയിരിക്കുന്നത് 10 മാർക്കാണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ മത്സരത്തിൽ ശ്യാമ വിജയിയായി മാറിയിരിക്കുന്നു. ഫുൾ മാർക്ക് നേടി ശ്യാമ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഈ റിയാലിറ്റി ഷോയുടെ വിന്നർ ആയിരിക്കുന്നു എന്ന് ആങ്കർ വളരെ സന്തോഷത്തോടെ വിളിച്ചു പറയുമ്പോൾ ആനന്ദ നിലയത്തിൽ നിന്നെത്തിയ ഏവരും എഴുന്നേറ്റ് കൈയടിക്കുന്നു. ശ്രീകുട്ടിയും മറ്റെല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസും ശ്യാമയെ അനുകൂലിച്ച് അഭിനന്ദിച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ഈ സമയത്ത് ഇതിനെല്ലാം കാഴ്ചക്കാരായി നിന്ന വസുന്ധരയ്ക്കും ഐശ്വര്യയ്ക്കും മാത്രം അത് വിശ്വസിക്കാനാകാതെ അങ്ങനെ നിന്നു. അപ്പോഴേക്കും മാനസയും മഹിമയും ആകെ തകർന്നടിഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി ആശ്ചര്യപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ അരുന്ധതി എന്താണ് വിസ്മയെ കാണിച്ചതെന്നറിയാതെ ആകെ അതിശയത്തോടെ വിസ്മയെ നോക്കി. അപ്പോഴേക്കും ആങ്കർ ശ്യാമയെ വിജയായി പ്രഖ്യാപിച്ച് ഇന്നത്തെ ഈ റിയാലിറ്റി ഷോയുടെ വിന്നർ ശ്യാമ അഖിൽ ആണ് എന്ന് അനൗൺസ് ചെയ്തു. അഖിലും മറ്റെല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിക്കുമ്പോൾ GK സാറും അഭിമാനത്തോടെ ശ്യാമ വിജയായതിന്റെ സന്തോഷത്തിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അങ്ങനെ എല്ലാവരെയും അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച ആ നിർണായക നിമിഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലെ സാക്ഷികളാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ശ്യാമയെ വിജയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്യാമ അതിനുശേഷം ഫ്ലോറിൽ നിന്ന് ഇറങ്ങി വേഗം തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അല്പം മാറി നിന്ന് അപ്പുവിനെ വിളിക്കുന്നു. അപ്പു കോളെടുത്തതും ശ്യാമേച്ചി എന്ന് വിളിച്ചതും മോനെ അപ്പു നിനക്കിപ്പോ എങ്ങനെയുണ്ട് എന്ന് ശ്യാമ അന്വേഷിച്ചു. എനിക്കൊന്നുമില്ല ശ്യാമേച്ചി, ഞാൻ കണ്ടു ശ്യാമേച്ചി വിജയിച്ചത്, എന്റെ ശ്യാമേച്ചി വിജയായത് ഞാൻ കണ്ടു ശ്യാമേച്ചി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി, എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോ എന്റെ ശ്യാമേച്ചി എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, ശ്യാമേച്ചിക്ക് എന്നെ അത്ര ഇഷ്ടമാണല്ലേ എന്ന് അപ്പു അന്വേഷിച്ചു. ഉടനെ തന്നെ ശ്യാമ പറഞ്ഞു, മോനെ അപ്പു ചേച്ചി ഇപ്പൊ തന്നെ വരാട്ടോ എന്ന് പറഞ്ഞതും അപ്പു പറഞ്ഞു, വേണ്ട ഇപ്പൊ ചേച്ചി വരണ്ട, ചേച്ചി അവിടുത്തെ ഈ വിജയാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സാവധാനത്തിൽ വന്നാൽ മതി, ഞാനിവിടെ ചേച്ചിയെ കാത്തിരുന്നോളാം, ചേച്ചി സാവധാനത്തിൽ അവിടെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് വിജയാഘോഷങ്ങളിലെല്ലാം പങ്കെടുത്തിട്ട് സമാധാനത്തോടുകൂടി ചേച്ചി വന്നാ മതി കേട്ടോ എന്ന് പറഞ്ഞു. ശരി അപ്പു എന്ന് സന്തോഷത്തോടെ ശ്യാമ സമ്മതിച്ചു. അപ്പു ഫോൺ വെച്ച് കഴിഞ്ഞതും ശ്യാമ തന്റെ അപ്പുവിന്റെ സംസാരം കേട്ടതിന്റെ സമാധാനത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞു കൃഷ്ണ എന്ന് വിളിച്ച് നെഞ്ചത്ത് കൈവച്ചങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് പ്രോഗ്രാം ഹെഡ് ഓടിയെത്തി. ശ്യാമ ഇവിടെ വന്ന് നിൽക്കുകയാണോ, വാ അവിടെ വിജയാഘോഷം തുടങ്ങിക്കഴിഞ്ഞു, വാ അങ്ങോട്ട് വാ, ഫ്ലോറിലേക്ക് വാ എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പ്രോഗ്രാം ഹെഡ് കൂട്ടിക്കൊണ്ട് വരുന്നതിനിടയിൽ അപ്പുറത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അഖിൽ നിൽക്കുന്നത് കണ്ടു. ഉടനെ ശ്യാമ പറഞ്ഞു, മേഡം ഞാൻ ഇപ്പൊ തന്നെ വരാം, ഇപ്പൊ വരാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. ശരി ഉടനെ എത്തണം കേട്ടോ, വൈകരുത്, ലൈവ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞു. ശരി മാം എന്ന് പറഞ്ഞ് ശ്യാമ മേഡത്തെ പറഞ്ഞയച്ചു. അഖിലിനെ നോക്കി ശ്യാമ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ അഖിൽ തന്റെ ഭാര്യ നേടിയെടുത്ത ആ നേട്ടത്തിന്റെ സന്തോഷത്തിൽ ശ്യാമയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ശ്യാമയെ കെട്ടിപ്പിടിച്ച് അഖിലും ശ്യാമയും പരസ്പരം കെട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നു. അഖിൽ വളരെ സന്തോഷത്തോടെ ശ്യാമയോട് പറഞ്ഞു, എടോ എനിക്ക് ഒത്തിരി സന്തോഷമായിടോ. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അഖിൽ സാറ് കൂടി വന്നേ, നമുക്ക് 2 പേർക്കും കൂടി വേണം ഈ ഒരു സമ്മാനം വാങ്ങിക്കാൻ. അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, എടോ താൻ ചെല്ല്, അവിടെ ഫ്ലോറിൽ എല്ലാവരും തനിക്കായി കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അത് പറ്റില്ല, അഖിൽ സാറും വന്നേ പറ്റൂ, ഇത് എന്റെ വിജയമല്ല സാറിന്റെ വിജയമാ, അതുകൊണ്ട് സാറ് വന്നേ
എന്റെ കൂടെ സാറും വരണം എന്ന് പറഞ്ഞ് ശ്യാമ നിർബന്ധിച്ചു. അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, ശ്യാമ ചെല്ല്, ദാ അവിടെ അനൗൺസ് ചെയ്തു, താൻ വേഗം ചെല്ലേ, ഞാൻ വരാം എന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനിപ്പിച്ച് അഖിൽ പറഞ്ഞയച്ചു. ശ്യാമ പോയി കഴിയുമ്പോഴേക്കും തനിക്ക് നേടിയെടുത്ത, തന്റെ ഭാര്യ നേടിയ, അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവൾ നേടിയെടുത്ത ഈ സന്തോഷം, അതിന്റെ ആ സന്തോഷം അങ്ങനെ മതിമറന്ന് അഖിലിന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണീരായി പൊഴിയുന്നു. പിന്നീട് ഫ്ലോറിലേക്ക് ശ്യാമയെ എല്ലാവരും ചേർന്ന് ക്ഷണിച്ചു. ശ്യാമ ഫ്ലോറിലേക്ക് കയറി ചെല്ലുന്ന നിമിഷം ശ്യാമയ്ക്ക് ആ അവാർഡ് നൽകാനായി, ഈ റിയാലിറ്റി ഷോയുടെ വിന്നറായ ശ്യാമയെ, അവാർഡിന് അർഹയാക്കിയ ശ്യാമയെ അവിടേക്ക് എല്ലാവരും വളരെ സ്നേഹാദരവോടെ ക്ഷണിച്ചു. ശ്യാമ ഫ്ലോറിലേക്ക് കയറി ചെന്നതും ശ്യാമയ്ക്ക് ആ ക്യാഷ് പ്രൈസും മൊമെന്റവും നൽകിക്കൊണ്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ ശ്യാമയെ ആ പ്രോഗ്രാമിന്റെ വിജയിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ശ്യാമയ്ക്ക് സമ്മാനങ്ങൾ നൽകുമ്പോൾ അതെല്ലാം ഏറ്റുവാങ്ങി ശ്യാമ അങ്ങനെ ഫ്ലോറിൽ നിന്നു. അത് കണ്ട് വിജയത്തോടെ അവിടെ നിന്ന് എല്ലാ പ്രേക്ഷകരും കൈയടിച്ചു. അത് കണ്ട് അമൃതയെടുത്തിയും ആദിയും ഒപ്പം അരുണും ആനന്ദവർമ്മയും എല്ലാം വളരെയേറെ സന്തോഷത്തോടെ അതിൽ പങ്കുചേർന്നങ്ങനെ നിന്നു. ഈ സമയത്ത് ശ്യാമ ഫ്ലോറിലെത്തി അതെല്ലാം ഏറ്റുവാങ്ങുമ്പോൾ ഐശ്വര്യ അഹങ്കാരത്തോടെയും അസൂയയോടെയും വസുന്ധരയോട് പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, പാവം അഹി, ഇതിനെല്ലാം കൂടെ നിന്ന് അഹിയെ അവൾ ആ ഫ്ലോറിൽ കയറ്റാതെ അവിടെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അഹിക്ക് അവൾ നൽകിയിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് അമ്മ കണ്ടില്ലേ, പാവം. ഇതിനൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ട അഖിലിനെ ആ ഫ്ലോറിൽ അവൾക്ക് കൂടെ കയറ്റാമായിരുന്നല്ലോ, ഈ അവാർഡ് അഹിയെ കൊണ്ട് വാങ്ങിക്കാമായിരുന്നല്ലോ, പാവം അഹി എന്ന് പറഞ്ഞ് ശ്യാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ശ്യാമയെ ഒരു മോശക്കാരിയായ രീതിയിൽ വസുന്ധരയോട് ഐശ്വര്യ സംസാരിക്കുന്നു. വിജയ് തമ്പി സാറിന്റെ കയ്യിൽ നിന്ന് ആ മൊമെന്റോയും ക്യാഷ് പ്രൈസും എല്ലാം ശ്യാമ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ അവിടെ നിൽക്കുമ്പോൾ വസുന്ധര ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. എല്ലാത്തിനും മറുപടി ഒന്നും പറയാതെ ഐശ്വര്യ പറയുന്നതെല്ലാം തന്റെ കാതുകൾ കൊണ്ട് കേൾക്കുക മാത്രം ചെയ്ത് ഒന്നും മിണ്ടാതെ അങ്ങനെ വസുന്ധര നിൽക്കുമ്പോൾ ഉടനെ ആങ്കർ പറഞ്ഞു, ഇപ്പോ ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ച ഈ നിമിഷത്തിൽ ശ്യാമയ്ക്ക് എന്താ നമ്മളോട് പറയാനുള്ളതെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിലേക്ക് ആ മൈക്ക് നൽകുന്നു. ശ്യാമ മൈക്ക് വാങ്ങിച്ച് സംസാരിക്കാനായി ഒരുങ്ങുമ്പോൾ ശ്യാമ പറഞ്ഞു, എല്ലാത്തിനും ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത്, ഇതെല്ലാം സമ്മാനിച്ചത്, അല്ലെങ്കിൽ ഇതെല്ലാം നേടിയെടുക്കാൻ, ഇങ്ങനെ ഒരു നേട്ടം എനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്, ഇതിനെല്ലാത്തിനും പിന്നിൽ എന്റെ കണ്ണനാണ്, എന്റെ ഭഗവാൻ, വേറെ മറ്റാരുമല്ല, എന്റെ ഭഗവാനാണ് എന്ന് അറിയിച്ചു. അതിനുശേഷം പറഞ്ഞു, പിന്നെ എനിക്ക് ഈ നേട്ടം കൈവരിച്ചു തന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ അഖിൽ സാറ്, പിന്നെ എന്റെ അച്ഛൻ, അമ്മ, എന്റെ അപ്പു, എന്റെ ഭർത്താവിന്റെ അച്ഛൻ, എന്റെ ഏട്ടന്മാര്, അങ്ങനെ ഒത്തിരി ആളുകൾ ഈ ഒരു നേട്ടത്തിന് പിന്നിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചും എനിക്ക് ധൈര്യം നൽകിയും ഒപ്പം നിന്നു. എനിക്ക് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനായി, എനിക്ക് ഇങ്ങനെ ഒരു നേട്ടത്തിൽ എത്തിച്ചേരാനായി എനിക്ക് സാധിച്ചത് അവരുടെ എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊരു വേദിയിൽ ഇതുപോലെ ഒരു നേട്ടം കൈവരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല എന്ന് ശ്യാമ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവിടെ നിന്ന് എല്ലാവരോടുമായി ആ സത്യം വെളിപ്പെടുത്തുന്നു.